ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പരീക്ഷ കൊണ്ട് അടുത്തിട്ടുണ്ട്. മാറിയ സിലബസാണ്. ആ സിലബസിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, പാർട്സ് ഓഫ് സർക്കിൾ. അതായത് സർക്കിൾസ്, അതായത് വൃത്തഭാഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മുടെ സിലബസ് പ്രകാരം പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്റർ മുഴുവൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഒരു പകുതി വരെയൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉള്ളൂ, ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അതന്നെ ഇത് നിങ്ങൾ പഠിക്കുക. ക്ലാസ് കാണുന്നതിന് മുൻപേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, മുഴുവൻ കാണുക. ക്ലാസ് കണ്ടിഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ റീപ്ലൈ, അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഇടാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നാളെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ഒക്കെ ആയി വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സാറോട് നേരിട്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയിൽ സാറോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെ മെസ്സേജും കാണാറുണ്ട്. നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കണ്ട് അതിന് റീപ്ലൈ തരാനും ശ്രമിക്കലെന്നല്ല, തരലും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തരലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷ കഴിഞ്ഞിട്ട് സാറോട് ഈ ഒരു ഐഡിയിലൂടെ അറിയിക്കുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമില്ല, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് ആ ഒരു വൃത്തഭാഗങ്ങൾ, പാർട്സ് ഓഫ് സർക്കിൾ, ചാപ്റ്റർ നമ്പർ 11. ചോദ്യം നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഞാനിതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ മുന്നേ ഒരു ക്ലാസ്സിൽ എടുത്തതാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ചെറിയൊരു കോൺസെപ്റ്റും അതിൽ എങ്ങനെയാണിത് കണ്ടുപിടിക്കുക. ഒരു ഇക്വേഷൻ ഉണ്ട്, പ്രധാനമായിട്ട് ഇത് മുഴുവൻ ചാപ്റ്റർ ഉണ്ടാവില്ല, പകുതി വരെ ഉണ്ടാവത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ആ പകുതി വരെയുള്ളതിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആർക്കിൻ്റെ ലെങ്ത്ത് കാണാൻ, ചാപത്തിൻ്റെ നീളം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, സമവാക്യമുണ്ട്. ആ സമവാക്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. പ്രധാനമായിട്ട് 2 സമവാക്യങ്ങളാണ്. വൃത്താംശ പരപ്പളവ്, ആർക്ക്, അതായത് ആർക്കിൻ്റെ ലെങ്ത്തും വൃത്താംശം, അതായത് സെക്ടറിൻ്റെ ഏരിയയും കാണാനാണ് ചാപ്റ്ററിലുള്ളത് ആകെ. അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷനാണ് ചാൻസ് ഉള്ളത്, പരീക്ഷയ്ക്ക് ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു സാധനം നമുക്കൊന്ന് നോക്കാം. ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ചോദ്യം ഒന്ന് വായിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്ന് കേട്ടോ. എന്താ പറഞ്ഞത്? ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് ഇൻ എ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി. അതായത് കേന്ദ്രകോൺ 40 ഡിഗ്രി ആയ ഒരു സർക്കിളിൻ്റെ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. 3 പൈ ആണ് എന്ത്, ആർക്കിൻ്റെ ലെങ്ത്ത്. ഉദാഹരണത്തിന് എന്താണ് ആർക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സർക്കിളാണ് ഇതെന്ന് വിചാരിക്കാനൊന്നുമില്ല, ഇത് സർക്കിൾ തന്നെയല്ലേ, ഇതൊരു സർക്കിളാണ്. അപ്പം ഈ സർക്കിളിൽ സെൻറ്ററാണ് ഇത് എന്ന് വിചാരിക്കുക. സെൻറ്ററാണ് എന്ന്. ഓക്കെ, സെൻറ്ററാണ്. ഈ സർക്കിളിലെ 2 പോയിന്റുകളാണ് സർക്കിളിലെ 2 പോയിന്റുകളാണ് എയും ബിയും. ആ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് സെൻട്രലോട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ കണ്ടോ നിങ്ങൾ, ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രൽ ആംഗിൾ എന്ന് പറയുക. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, എക്സ് എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ യൂസ് ചെയ്യുക. അതെന്താടാ എക്സ് ഉപയോഗിക്കാനുള്ള കാര്യം ചോദിക്കേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഉപയോഗിക്കുക, പക്ഷെ എനിക്ക് എൻ്റെ എക്സിനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എക്സിന് എടുക്കുക. ഓക്കെ, അതുപോലെ എക്സ്. അപ്പോൾ എക്സ് സൂചിപ്പിച്ചു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കേന്ദ്രകോണ്, സെൻട്രൽ ആംഗിളിൻ്റെ ആ ഒരു ഇതാണ് അല്ലേ, സെൻട്രൽ ആംഗിളിൻ്റെതാണ് 40. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കിട്ടും, ദാറ്റ് ഈസ് 40 ഡിഗ്രി. സെറ്റ് അല്ലേ, 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം ഇവിടെ 3 പൈ സെൻറ്റിമീറ്റർ ആണ് ആർക്കിൻ്റെ ലെങ്ത്ത്. 3 പൈ സെൻറ്റിമീറ്റർ ആണ്. ഒരു ചാപത്തിൻ്റെ നീളം, ചാപം എന്ന് പറയുമ്പോൾ ഏതാണെന്നറിയോ, ചാപം എന്ന് പറഞ്ഞാൽ ഈ AB എന്ന് പറയുന്ന ഈ പച്ച കളറിൽ ഞാൻ അടയാളപ്പെടുത്തിയ ഇതിൻ്റെ നീളമാണ് മുത്തേ 3 പൈ. ഇനി ചോദിച്ചത് എന്താ അറിയടാ, ആദ്യം ചോദിച്ചത് ഇതിൻ്റെ മുഴുവൻ ചുറ്റളവ് എത്ര, ചുറ്റുള്ള അളവ് എത്ര, അതായത് പെരിമീറ്റർ എത്ര എന്ന് പറഞ്ഞിരിക്കുന്ന ആ സാധനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? സർക്കംഫറൻസ് എന്നാണ് കേട്ടോ. പെരിമീറ്റർ മറ്റൊരു പേരാണ് സർക്കംഫറൻസ്. ഇനി പെരിമീറ്റർ എന്താ, സർക്കംഫറൻസ് എന്താണെന്ന് പറയണ്ട കേട്ടോ, രണ്ടും സെയിം ആണ്. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ കണ്ടുപിടിക്കാൻ ആ ചാപ്റ്ററിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ആർക്കിൻ്റെ ലെങ്ത്ത് കാണാനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ചാപനീളം ആർക്ക് ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ആർക്കിൻ്റെ ലെങ്ത്ത്?
2πr. നിങ്ങൾക്കറിയാം 2πr എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ചുറ്റളവാണ്. 2πrനെ എന്ത് ചെയ്താൽ മതി? x/360 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്ത്? ആർക്ക്, ചാപത്തിൻ്റെ നീളം കിട്ടും. പക്ഷേ ഇവിടെ ചാപത്തിൻ്റെ നീളം അവർ തന്നിട്ടുണ്ട് അല്ലേ? ചാപത്തിൻ്റെ നീളം ഓൾറെഡി ഇവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3π സെൻറ്റിമീറ്റർ ആണ് ദ ലെങ്ത് ഓഫ് ആർക്ക്. ചാപത്തിൻ്റെ നീളം 3π ആണ്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. അതായത് ഇത് 3π ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമുക്ക് ചാപത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തേനെ? 2πrനെ x/360 കൊണ്ട് ഗുണിക്കും. 2πrനെ x/360 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ചാപത്തിൻ്റെ നീളം എന്ന് പറയുമ്പം അത് കണ്ടുപിടിക്കാനുള്ള സാധനം ഇവിടെ വേണ്ട, നമ്മൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 3π. അതാണ് ആർക്കിൻ്റെ ലെങ്ത് കേട്ടോ. അതാണ് ആർക്ക്, അതിൻ്റെ ലെങ്ത് ആണ് 3π. അപ്പോൾ ഈക്വൽ ടു 3π കൊടുക്കുക. ഓക്കെ, ആർക്കിൻ്റെ ലെങ്ത് ചാപത്തിൻ്റെ നീളം തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 3π ആയിട്ട് കൊടുത്തായി കഴിഞ്ഞടാ. എക്സിൻ്റെ വില കാണും. എക്സിൻ്റെ വില ഇത്. എക്സിൻ്റെ വില എത്രയാണ് ഇവിടെ? എക്സ് ഇവിടെ ഉണ്ട്. എത്രയാണ്? 40 ഡിഗ്രിയാണ്. അപ്പോൾ 40 ഡിഗ്രി ചോദ്യത്തിൽ തന്നിട്ട് കേട്ടോ. ഇവിടെ 40 കൊടു. അപ്പോൾ 2πr ഇൻറ്റു 40/360 ദാറ്റ് ഈസ് ഈക്വൽ ടു 3π. റെഡി? സാറെ കഴിഞ്ഞടാ. 0 വിട്ട് 0 പോയി. അടുത്ത് കഴിഞ്ഞിട്ടോ. 4ൽ 4 ഒരു തവണയല്ലേ ഉള്ളത്? 4ൽ 4 ഒന്നല്ലേ ഉള്ളൂ. 36ൽ 4 9 എണ്ണം. എത്ര ഉണ്ട്? 9 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയണേ. ഇവിടെ ചോദ്യം എന്താ? ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ സർക്കംഫറൻസ്? വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണത്. പെരിമീറ്റർ 2πr ആണ്. അപ്പോൾ ഈ ചങ്ങായിന് മാത്രം അവിടെ വെച്ചാൽ മതി. അതായതല്ലേ? അപ്പോൾ 2πr ഇൻറ്റു ഇതിങ്ങനെ ചെയ്താട്ടോ. അതൊക്കെ വെട്ടി ചെറുതാക്കിയിട്ട് ബാക്കി ആരാ വരുന്ന നോക്കിയാൽ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്. അപ്പോൾ 1/9 = 3π. കഴിഞ്ഞട ആൻസർ. ഹരിക്കണം 3π ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സർക്കംഫറൻസ് ആ 2πr ചുറ്റളവ് കിട്ടും. അപ്പോൾ ബൈ ഇങ്ങോട്ട് പോകുമ്പം അപ്പോൾ ഇൻറ്റു ആവും കേട്ടോ. ബൈ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആകും. ദാറ്റ് ഈസ് 2πr ഈക്വൽ ടു 3π ഇൻറ്റു 9. ഇതെങ്ങനെ 9 കൊണ്ട് ഗുണിക്കറിയോ? സിമ്പിളാടാ. 3ഉം 9ഉം കൂടെ ഗുണിച്ച് 27 ആക്കുക. അപ്പോൾ 2πr ഈക്വൽ ടു 3 9 27 π ആണ്. അപ്പോൾ 27 π ആണ് നമ്മുടെ പെരിമീറ്റർ. ഇതെങ്ങനെയാണ് 2πr പെരിമീറ്റർ സർക്കംഫറൻസ് ആണെന്ന്, അതായത് ചുറ്റളവാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാലോ 2πr എന്ന് പറയുന്നത് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്? നമ്മുടെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2πr എന്നുള്ളത്. അതുകൊണ്ട് 27 ഇതാണ് എന്ത്? ചുറ്റളവ്. അപ്പോൾ ഇവിടുത്തെ ചുറ്റളവ് എത്രടാ? 27 പെരിമീറ്റർ. പെരി അൽഫാമല്ല, പെരിമീറ്റർ. എനിക്ക് വേഗം അതാ ഓർമ്മ വരിക. ചുറ്റളവ് എന്നും പറയാം, സർക്കംഫറൻസ് എന്ന് പറയാം. എത്രയാണ്? 2πr. എത്രയാണത്? പറ 27 π. അടുത്ത ചോദ്യം അതുപോലെ തന്നെ കിട്ടും നിങ്ങൾക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്ക്. ആരമോ. ഈ ആരം കാണാൻ സിമ്പിളാടോ. ഇതിന്ന് കാണാൻ നമുക്ക് ഈ ആരത്തിന് ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞേച്ചോ. അവിടെ ഗുണിക്കണം 2π താഴത്തെത്തും. അപ്പോൾ ബൈ ഔട്ടോ. അപ്പോൾ r ഈക്വൽ ടു 27/2π. വെട്ട് ബൈ വെട്ടി. 6 കിട്ടി. 27/2. 27ൻ്റെ പകുതി എത്രടാ? 13.5 കേട്ടോ. ദാറ്റ് ആൻസർ ഈസ് 13.7. നമ്മുടെ ഉത്തരം ഒരേ പുളി 13.5. യൂണിറ്റ് എന്താടാ? യൂണിറ്റ് സെൻറ്റിമീറ്റർ. റെഡിയാണോ? അപ്പോൾ പെരിമീറ്റർ കിട്ടിയാൽ, സർക്കംഫറൻസ് ചുറ്റളവ് കിട്ടിയാൽ ആ 6ന് അവിടെ വെച്ച് ബാക്കിയുള്ളത് താഴേക്ക് പറഞ്ഞു വെച്ചാൽ മതി. കാരണം റേഡിയസ് ആണ് കാണേണ്ടത്. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി പോവാണ്. ഇതും കൂടെ പഠിച്ചാൽ ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കും. അടുത്ത ഈ ചോദ്യം കൂടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ശ്രദ്ധിച്ച് കേട്ടിരുന്നാലേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റൂ. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വിത്ത് ഈച്ച് ഓഫ് ദ വെർട്ടീസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? സമഭുജ ത്രികോണം. ഇതിൽ നടുക്കുള്ളത് ഒരു സമഭുജ ത്രികോണമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ത്രികോണം എന്ന് വിചാരിക്കാം. ഇതിൽ നടുക്കുള്ളത് ഇതൊരു സമഭുജ ത്രികോണമാണ്. ഇതൊരു ഇതൊരു സമഭുജ
ത്രികോണമാണ്, ഇതൊരു സമഭുജ ത്രികോണമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ സമഭുജ ത്രികോണം ഇക്വലാറ്റർ ട്രയാങ്കിളിലെ പ്രത്യേകത എന്താ? എല്ലാ കോണുകളും 60 ഡിഗ്രി ആയിരിക്കും അല്ലേ, എല്ലാം 60 ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അതായത് എല്ലാ ആംഗിൾസും അത്രേ വരത്തുള്ളൂ, 60 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു സാധനമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്നാലല്ലേ അത് 180 ആവത്തുള്ളൂ, എന്നാലല്ലേ അത് ഈക്വൽ ആവുള്ളൂ, എന്നാലല്ലേ സമഭുജം എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ വശങ്ങളും 4 ആയിരിക്കും കേട്ടോ. ഇത് 4 ആയിരിക്കും, ഇത് 4 ആയിരിക്കും, ഇത് ഓൾറെഡി ഇവിടെ 4 ഉണ്ട്. റെഡി? ഈ ചോദ്യം നോക്കാം, നമുക്ക് എന്താ ചോദ്യം മുഴുവനായി വായിച്ചില്ലല്ലോ. എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ വിച്ച് പാസസ് ത്രൂ ദ അതർ 2 വെർട്ടീസസ്. അതായത് ഇവർ പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഓരോ മൂല കേന്ദ്രമായും മറ്റു 2 മൂലകളിലൂടെ കടന്നു പോകുന്ന ചാപം വരച്ച ചിത്രമാണ് ചുവടെ വരച്ചിരിക്കുന്നത്. ചിത്രം വരച്ചിരിക്കുന്നത്, അതായത് ഇവർ പറയുന്ന സാധനം എന്താ വെച്ചാൽ ഓരോ മൂലയും കേന്ദ്രമായിട്ടൊരു ആർക്ക് വരച്ചാണ്. അതായത് ഉദാഹരണത്തിന് ഇതൊരു മൂലയാണെന്ന് വിചാരിക്കും, ഇതൊരു വെർട്ടെക്സ്, ഈ വെർട്ടെക്സ് ഇത് വെർട്ടെക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ആർക്ക് ഇതുപോലൊരു സാധനം കണ്ടോ, ഇതാണ് ആ ഒരു ഇത് ആംഗിള്. അതുപോലെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ചുറ്റളവാണ് കിട്ടേണ്ട അറിയോ? ഈ ചുറ്റുള്ളത് ഈ ഒരു കണ്ടത്തിൻ്റെ ഈ ഒരു ആർക്കിൻ്റെ ഒരാർക്കാണത്. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ഏതറിയോ? ഞാൻ കാണിച്ചുതരാം, നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ ആർക്കില്ലേ, ഇതൊരു ആർക്കാ. ആ ആർക്ക് ഇനി കാണുന്നില്ലെങ്കിൽ ഞാനൊന്ന് കറുപ്പ് കാട്ടി കൂട്ടി കാണിച്ചുതരാം. ഓക്കെ, ഇതൊരാർക്ക് നോക്ക്, ഇതൊരാർക്കാ. ആ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് ഏത്? ഇത് കണ്ട, ഇതാണ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഈ ലെങ്ത് ഞാൻ ഈ പച്ച കളറിലോണ്ട് അടയാളപ്പെടുത്തി ഇത് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞു. പറ ആ ഇക്വേഷൻ പറ. ആ ഇക്വേഷൻ സിമ്പിളാണേ, എന്താണ് ഇക്വേഷൻ? ആർക്കിൻ്റെ ലെങ്ത്, അതായത് ചാപനീളം കണ്ടുപിടിക്കൽ എങ്ങനെയാടാ? 2πr. ഞാൻ ഇത് 2πr ഇൻറ്റു ഇക്വേഷൻ കേട്ടോ, 2πr ഇൻറ്റു x/360. ആ സാധനം 2πr ഇൻറ്റു x/360. റെഡിയാണോ? അപ്പോൾ 2πr ഇൻറ്റു x/360 എന്ന് പറയുമ്പം ഇവിടെ ഏതാണ് r ഏതാണ് x എന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി, ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ 3 നീളം കൂടെ കാണണം. ഇതൊന്ന് കണ്ടു വെച്ചിട്ട് ഉത്തരമായില്ല, ഇത് 3 കൂടെ എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ 1 കണ്ടാൽ നിങ്ങൾക്ക് ബാക്കി 3 ഈക്വൽ ആയിരിക്കും അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 2πr പകരം നിങ്ങൾ എത്ര കൊടുക്കേണ്ട അറിയോ? 4 ആയിരിക്കും. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇതൊരു കഷ്ണമാണ്, ഒരു കേക്കിൻ്റെ ഒരു കണ്ടാണ്. നമുക്ക് ഇതാണ് സെൻറ്റർ. സർക്കിൾ ശരിക്കും ഇങ്ങനെ എവിടെയായിരിക്കും വരിക? എങ്ങനെ ആയിരിക്കും വരിക സർക്കിൾ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത് സെൻറ്റർ, സർക്കിളിൻ്റെ സെൻറ്ററാണത്. അപ്പോൾ ഈ ഒരു കണ്ട മാത്രം നിങ്ങൾ എടുക്ക്, സർക്കിൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇതായിരിക്കും സെൻറ്റർ കണ്ടിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പം ഇതിൽ റേഡിയസ് എന്ന് പറയുമ്പം 4 ആണ് കേട്ടോ. 4 ആണ്. r = 4 ആണ്. x = 60 ആണ് കേട്ടോ. അപ്പോൾ 60 ഒന്ന് കൊടുത്തു നോക്കാം. r പകരം 4 ഇൻറ്റു എക്സിന് പകരം എത്ര കൊടുക്കണം? 60/360. ഓക്കെ, വെട്ടാൻ അറിയുന്നവർ വെട്ടിക്കോ. 0 വെട്ടി. മനസ്സിലായോ? 6ൽ 6 ഒരു തവണ. മനസ്സിലായോ? 36ൽ 6 6 തവണ. റെഡിയാണോ? ഓക്കെ, ഞാൻ വെട്ടിക്കഴിഞ്ഞൊക്കെ ഒന്ന് എഴുതുന്നുണ്ട്. 2π ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്. ഇനിയും വെട്ടാട്ടോ ശരിക്ക്. മുകളിലൊരു 1/6 ഉണ്ട്. വെട്ടി നോക്കിക്ക്. ഈ രണ്ടിനും ഇതിനെ വെട്ടിക്കൂടറാ നമുക്ക്. ഇത് വെട്ടല്ലേ? 2ൽ 2 ഒരു തവണ. അതേ 2 6ൽ എത്ര എണ്ണം ഉണ്ട് പറയാൻ പറ്റുമോ? 3 എണ്ണം. ഒന്ന് ആലോചിക്ക്, വെട്ടിപ്പടിക്കട്ടാ. ആ 2ൽ 2 ഒരെണ്ണം, അതേ 2 6ൽ 3 എണ്ണം. അത് ഒന്ന് വെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടൽ എങ്ങനെയാ? ഇവിടെ ഒരു പൈ വരും, ഒന്നിൻ്റെ ആവശ്യമില്ല, പയ്യും 4ഉം. അപ്പം 4 പൈ താഴത്താരാളുള്ള നോക്ക്, ഒരു 3/3. നമ്മുടെ തരം ഒരാർക്ക് ഒരു ചാപനീളം ഒന്നിൻ്റെതാണ് കേട്ടോ. ഒരു ആർക്ക് ലെങ്ത് ആണ് എന്ത്? 4π/3. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് നോക്ക്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. അപ്പോൾ 1 കിട്ടി, 4π/3 ആണ്. അപ്പോൾ അങ്ങനത്തെ 3 എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ആർക്ക് ലെങ്ത്ത് അല്ലേ? ടോട്ടൽ ആർക്ക് ലെങ്ത്ത്, അതായത് ആകെ ചാപ നീളം. ആകെ ചാപനീളം പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ടായിക്ക് ഒന്നിന് 2 റുപ്യ ആണെങ്കിൽ 3 മുട്ടായിക്ക് എത്രയാ? 3 × 2. അപ്പോൾ ഒന്നിന് 4π/3 ആണെങ്കിൽ ഒന്നിന് 4π/3. അപ്പോൾ 3 എണ്ണത്തിന് എന്ന് പറയുമ്പോൾ 3 എണ്ണം എന്ന് പറയുമ്പോൾ 3 ആർക്കല്ലേ ഉള്ളത്. അപ്പോൾ 3 എണ്ണം എന്ന് പറയുമ്പം × 3
വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. ഇതാ ഇവിടെ *3 ഇവിടെയും പോയി. ഇതാ *3 വെട്ടി വെട്ടി. മുകളിലും താഴെ ഒരേ നമ്പറുണ്ട് വെട്ടാം. ദേ നമ്മുടെ ഉത്തരം ലാസ്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ഉത്തരം 4π ആണ് ആർക്കിൻ്റെ ലെങ്ത്ത്. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ് ആൻസർ 4π സെൻറ്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് 3π/3 ഒന്ന് 4π/3 ആണെങ്കിൽ മറ്റ് രണ്ട് സാധനങ്ങളും എന്തേ വരത്തുള്ളൂ? 4π/3 4π/3 അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 വെട്ടും 4π സെൻറ്റിമീറ്റർ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഈ ഒരു ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചെങ്കിൽ ലൈക്ക് ചെയ്യ്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പരീക്ഷ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ സാറോട് പറയണം. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാലും സാറോട് എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് ഇതാ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ സാറോട് അറിയിക്കണം. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത എൻ്റെ എല്ലാ ചങ്കിൻ്റെ കരളിൻ്റെ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ യുവർ VCR. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും ലൈക്ക് ചെയ്യാനും സാറോട് എക്സാം കഴിഞ്ഞാൽ പറയാനും മറക്കല്ലേ. നമുക്ക് നമ്മുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. നമ്മുടെ ക്ലാസ് ഒരേ പൊളി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് പരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങൾ എഴുതട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അറിയിക്കാൻ മറക്കല്ലേ. ബായ്.